ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇത് ഇമ്പോർട്ടന്റ് പേഴ്സൺസിന്റെ ഇതിപ്പോ വിഐപിമാർക്ക് വേണ്ടിയുള്ള, നിങ്ങൾക്ക് വേണ്ടിയുള്ള, നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള പ്രോഗ്രാം. റെഡി? ഗുഡ് മോർണിംഗ് വിഐപീസ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, വിഐപീസിന് വേണ്ടി ഞങ്ങൾ ഒരു പാട്ട് പാടാനായിട്ട് പോവുകയാണ്. ഞങ്ങൾ കുറെ വിഐപീസ് ഉണ്ട്. പിന്നെ എഴുതിയിരിക്കുന്ന വിഐപീസ് എല്ലാം കൂടെ ചേർന്ന് പാട്ട് പാടാനായിട്ട് പോവാം. റെഡി? ഞാനൊരു വിഐപി, എന്റെ ദൈവത്തിന്റെ വിഐപി, എന്നെ സൃഷ്ടിച്ചതും രക്ഷിച്ചതും ദിനം തോറും പോറ്റുന്നതും ദൈവത്തിന്റെ വിഐപി, എന്നെ സൃഷ്ടിച്ചതും രക്ഷിച്ചതും ദിനം തോറും പോറ്റുന്നതും ദൈവത്തിന്റെ വിഐപി. ഞാനൊരു വിഐപി, എന്റെ ദൈവത്തിന്റെ വിഐപി, എന്നെ സൃഷ്ടിച്ചതും രക്ഷിച്ചതും ദിനം തോറും പോറ്റുന്നതും ദൈവത്തിന്റെ വിഐപി, എന്നെ സൃഷ്ടിച്ചതും രക്ഷിച്ചതും ദിനം തോറും പോറ്റുന്നതും ദൈവത്തിന്റെ വിഐപി. എല്ലാ കൂട്ടുകാരും പാട്ട് പഠിച്ചില്ലേ? നിങ്ങൾക്ക് വളരെ സ്മാർട്ട് കുട്ടികളാണ്. ഇത്രയും പ്രാവശ്യം കേട്ടപ്പോൾ തന്നെ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ചേർന്ന് വേണം. 1 2 1 2 3 4. ഞാനൊരു വിഐപി, എന്റെ ദൈവത്തിന്റെ വിഐപി, എന്നെ സൃഷ്ടിച്ചതും രക്ഷിച്ചതും ദിനം തോറും പോറ്റുന്നതും ദൈവത്തിന്റെ വിഐപി, എന്നെ സൃഷ്ടിച്ചതും രക്ഷിച്ചതും ദിനം തോറും പോറ്റുന്നതും ദൈവത്തിന്റെ വിഐപി. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു ആക്ഷൻ കാണിക്കാനായിട്ട് പോവാം. നിങ്ങളെല്ലാവരും ചേർന്ന് പാടുകയാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം ചേർന്ന് ഇതിന്റെ ആക്ഷൻ കാണിക്കുന്നതായിരിക്കും. ഇഷ്ടമാണോ നിങ്ങൾക്ക് ആക്ഷൻ കാണാൻ? ഓക്കെ, റെഡി? ഞാൻ ഒരു വിഐപി, എന്റെ ദൈവത്തിന്റെ വിഐപി, എന്നെ സൃഷ്ടിച്ചതാം രക്ഷിച്ചതാം ദിനം തോറും പോറ്റുന്നതാം ദൈവത്തിന്റെ വിഐപി. എല്ലാവർക്കും മനസ്സിലായോ ആക്ഷൻ? ഓക്കെ, ഞങ്ങൾ കാണിക്കാൻ ശ്രദ്ധിക്കണേ. എല്ലാവരും പെട്ടെന്ന് ആക്ഷൻ പഠിക്കുന്നതായിരിക്കും അല്ലേ? റെഡി? എല്ലാവരും ചേർന്ന് കാണിക്കാമോ? റെഡി? 1 2 3 4.
ഇരിക്കുന്ന എല്ലാവരും VIP-മാരാണോ? VIP-മാരാണെന്ന് ബോധ്യമുള്ള എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ ചിരിക്കാം. വെരി ഗുഡ്. അടുത്തതായിട്ട് നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ കയ്യിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഹലോ VIP എന്ന് പറയണം. വെരി ഗുഡ്, വളരെ നന്നായിരിക്കും. ഇന്ന് രാവിലെ നിങ്ങളുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി ഞാനിങ്ങനെ യാത്ര പുറപ്പെടാൻ തുടങ്ങിയപ്പോ എന്റെ 3-4 കൂട്ടുകാർ അവരെന്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്കും വരണം. എവിടെ പോവാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങള് കോട്ടയത്ത് ചിൽഡ്രൻസ് ഫെസ്റ്റിവലിന് പോവാ. അയ്യോ ഞങ്ങൾക്കും വരണം, ഞങ്ങളെയും കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റുന്ന സ്ഥലമൊന്നും അല്ല, അത് പ്രത്യേകം ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള VIPs ഞങ്ങളും VIP-മാരാ, ഞങ്ങളെയും കൊണ്ടുപോകണം എന്നൊക്കെ അവർ പറയാൻ തുടങ്ങി. അപ്പൊ ഞാനൊരു കണ്ടീഷൻ വെച്ചു. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നിങ്ങളെ കൊണ്ടുപോകാം, പക്ഷേ ഒരു കണ്ടീഷൻ, അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടിപ്പോയേക്കരുത്, ശബ്ദിക്കരുത്. അവിടെ വന്ന് പിള്ളേരെല്ലാരും പാട്ടുപാടും, കഥയൊക്കെ പറയും, കൈയൊക്കെ അടിക്കും, ഡാൻസ് ചെയ്യും. ഇതൊക്കെ കാണുമ്പോൾ എനിക്കും പാടണം, എനിക്കും പ്രസംഗിക്കണം, എനിക്കും കഥ പറയണം, അങ്ങനൊന്നും പറയരുത് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇല്ല 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 ഞങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങളവിടെ ഒന്ന് മിണ്ടാതിരുന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഇന്ന് രാവിലെ ഇവിടേക്ക് വന്നത്. അവരൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോ ഉണ്ടല്ലോ ഒരു കുഴപ്പം. നിങ്ങൾ പാടുന്നതും കൈയടിക്കുന്നതും ആക്ഷൻ കാണിക്കുന്നതും ചിരിക്കുന്നതും കണ്ടപ്പോ ഇപ്പൊ അവർ പറയാ അവർക്ക് പാടണം, അവർക്ക് കഥ പറയണം, അവർക്കും ആക്ഷൻ കാണിക്കണം, അവരുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ അവർക്കൊരു ടെസ്റ്റിമണി പറയണം എന്നൊക്കെ അവർ പറയുന്നത്. ഇപ്പൊ എന്ത് ചെയ്യും? അങ്കിൾമാരാകെ ഞങ്ങൾക്ക് കുറച്ച് സമയം തന്നിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഇപ്പൊ അവരെ സ്റ്റേജിൽ കയറ്റാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? പക്ഷെ അവർ വലിയ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവർ കേറണം 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 എന്ന് പറഞ്ഞു. അവസാനം ഞാൻ അവരോട് പറഞ്ഞു ഒരു കാര്യം, എനിക്ക് തന്നേക്കുന്ന സമയത്തിന്റെ അല്പസമയം നിങ്ങൾക്ക് ഇവിടെ തരാം, വളരെ ചുരുക്കമായിട്ട് എന്തെങ്കിലും ഈ കൂട്ടുകാരോട് നിങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് പൊക്കോണം എന്ന് പറഞ്ഞിരിക്കാം. അപ്പൊ അവർ സംഭവിച്ചു, അവർ വന്നിട്ടുണ്ട്. ഓക്കെ, അവരെ ഞാൻ വിളിക്കട്ടെ. കുറെ കൂട്ടുകാരുണ്ട്, 2-3 കൂട്ടുകാരെ മാത്രം നമുക്ക് വിളിക്കാം. എന്റെ ഒന്നാമത്തെ കൂട്ടുകാരൻ ആരാണെന്ന് അറിയാമോ? ഒരു പ്രത്യേക കൂട്ടുകാരനോ, ഉരുണ്ടിരിക്കുന്ന ഒരു കൂട്ടുകാരൻ. ബോൾ, ഒരു പന്ത് കൂട്ടുകാരൻ. പന്ത് കൂട്ടുകാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ കൂട്ടുകാരായാലും പന്തുണ്ടോ? ഉരുണ്ട കൂട്ടുകാരൻ. ഈ പന്തെന്ന് പറയുന്നത് എന്റെ ഒരു വളരെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. ഈ പന്തിന് നിങ്ങളോട് ചില കഥകളൊക്കെ പറയാനുണ്ട്. പറയട്ടല്ലേ? സമ്മതിച്ചേക്കട്ടെ. പക്ഷെ ഒരു കുഴപ്പം, ഈ പന്തിന് നിങ്ങളുടെ ആരുടെയും ഭാഷ അറിയത്തില്ല. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകും. പന്ത് ഇപ്പൊ എന്നോട് കാര്യം പറയും, ആ കാര്യം ഞാൻ നിങ്ങളോട് പറയും. റെഡി ആണെങ്കിൽ റെഡി എന്ന് പറയണം. റെഡി? ഈ റെഡി ഒന്ന് കേട്ടാ പറയാലോ, വെടിപൊട്ടുന്ന റെഡി കേൾക്കണം. റെഡി? ബെറ്റർ. പക്ഷേ ഇനി കുറച്ചുകൂടി ചൊല്ലി പറയാമോ? റെഡി? എല്ലാരും കൈയ്യൊന്ന് ഉയർത്തി റെഡി പറയാമോ? 1 2 3. വെരി ഗുഡ്. ഞങ്ങളെല്ലാം റെഡി ആയിരിക്കുക. പന്ത് കൂട്ടുകാരാ, കഥ പറഞ്ഞോളൂ. കേൾക്കത്തില്ല, ഓട്ടം പറയാം. ചെവി പറയാം. നാണമാണ് നിങ്ങളോട്. നിങ്ങളൊക്കെ ഇരിക്കുന്നോണ്ട് ഉറക്കെ പറയാൻ നാണമാണ്. പറഞ്ഞോ, ഉറക്കെ പറയാം. ചെവി. ഓക്കെ മനസ്സിലായി. അത് ഞാൻ അവരോട് പറയാം. ഓക്കെ. എന്താ പറയുന്നത് അറിയാമോ? ഈ പന്ത് പറയാ, ഒരു ദിവസം ഉണ്ടല്ലോ ഈ പന്ത് ഒരിടത്ത് ഇങ്ങനെ ഒരു വീട്ടിലിരിക്കുകയായിരുന്നു. അന്നേരം ഉണ്ടൊരു ഉറുമ്പിനെ കണ്ടുണ്ടോ? ഒരു ഉറുമ്പ് ഇങ്ങോട്ട് കയറി വന്ന് ഈ പന്തിന്റെ പുറത്തോട്ട് വന്നാൽ കയറി. എന്നിട്ട് അത് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. നടന്ന് എത്ര നടന്നിട്ട് തീരുന്നില്ല. തീരുവോ? ഈ ഉറുമ്പ് എത്ര പ്രാവശ്യം ചുറ്റും നടന്നാലും തീരത്തില്ല. കാരണം എന്താ? ഇതിങ്ങനെ ഉരുണ്ടായിരിക്കുന്നത് അല്ലേ? ഇതെന്തിനാ ഈ പന്തി കഥ പറഞ്ഞെന്നറിയാമോ? നമ്മുടെ ജീവിതം ഇതുപോലെ. എന്റെ നിങ്ങളുടെ ജീവിതം ഇതൊരിക്കലും അവസാനിക്കുന്നതല്ല. ഈ ഉറുമ്പ് എത്ര നടന്നാലും ഈ പന്തിന്റെ അതിർത്തിയിൽ എത്തത്തില്ല എന്നതുപോലെ എന്റെ നിങ്ങളുടെ ജീവിതം ഒരിക്കലും അവസാനിക്കത്തില്ല. അത് ശരിയാണോ? നിങ്ങൾ വിചാരിക്കും അങ്കിള് പറഞ്ഞ അത്ര ശരിയൊന്നുമല്ല. 50, 60, 70, 80 വയസ്സൊക്കെ ആകുമ്പോ ഞങ്ങളൊക്കെ പ്രായമാകുമ്പോ മരിച്ചു പോവും. അതോടെ തീർന്നില്ലേ? ഇല്ല, അതൊരു തുടക്കമാ. മരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വേറൊരു ഘട്ടത്തിലേക്കുള്ള ഒരു വാതിൽ മാത്രമാണ്. ഒരു വലിയ നിത്യതയുടെ ആരംഭമാണ്. നമ്മള് ഒന്നുകിൽ നിത്യമായ സന്തോഷം ദൈവത്തോടൊപ്പം, അല്ലെങ്കിൽ എന്നും സാത്താനോടൊപ്പം നിരന്തരം ജീവിക്കാൻ പോവുകയാണ്. അവസാനിക്കാത്ത ജീവിതം ഇങ്ങനെ തുടരുകയാണ്. അയ്യോ, വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എത്ര വർഷമുണ്ട് ഈ നിത്യത എന്ന് പറയുന്നത്? എത്ര വർഷമുണ്ട്? 1000 വർഷമാണോ? 10,000 വർഷമാണോ? 1,00,000 വർഷമാണോ? അല്ല, 1 കോടി വർഷമാണോ? അല്ല, അതിലൊക്കെ അപ്പുറത്ത്
ദീർഘമായൊരു ജീവിതമാണ് എനിക്ക് നിങ്ങൾക്ക് ഉള്ളത്. ഒരു കഥ ഞാൻ പറയാം, ശ്രദ്ധിക്കണേ. ഒരു സ്ഥലത്ത് ഒരു വലിയ കടലിന്റെ നടുക്ക് വലിയ ഒരു പർവ്വതമുണ്ട്. ഒരു കടലിന്റെ നടുക്ക് എന്തുണ്ടായിരുന്നു? ഒരു വലിയ പർവ്വതം. 1000 വർഷം കൂടുമ്പം ഒരിക്കൽ ഒരു കിളി ഇങ്ങോട്ട് പറന്നു വന്ന് ഈ പർവ്വതത്തിന്റെ പുറത്ത് അതിന്റെ ചുണ്ടിട്ട് ഇങ്ങനെ നുരയ്ക്കും. അപ്പൊ ആ പർവ്വതത്തിന്റെ അല്പഭാഗം തേഞ്ഞു മാഞ്ഞു പോകും. ഓക്കെ, ഇന്ന് കിളി വന്നാൽ വീണ്ടും കിളി എന്നാ വരുന്നത്? 1000 വർഷം കഴിയുമ്പോൾ. 1000 വർഷം കഴിയുമ്പോൾ രണ്ടാമത് വരുമ്പോഴും ഇങ്ങനെ നുരയ്ക്കും. അപ്പോഴും ഈ പർവ്വതത്തിന്റെ അല്പഭാഗം ഒന്ന് തേഞ്ഞു പോകും. അങ്ങനെ 1000 വർഷം കൂടി 1000 വർഷം കൂടി 1000 വർഷം കൂടുമ്പോ കിളി വന്ന് ഈ പർവ്വതം മുഴുവൻ തേഞ്ഞു പോയെന്ന് വിചാരിച്ചു. അങ്ങനെ പർവ്വതം മുഴുവൻ തേഞ്ഞു പോയാൽ നിത്യതയുടെ ഒരു ദിവസമായി എന്നാണ് പറയുന്നത്. കൃത്യമായ കണക്കൊന്നുമല്ല, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയാ. അത്ര വലിയതാണ് നിത്യത. ആ നിത്യതയിൽ ഒന്നുകിൽ നിങ്ങൾ സന്തോഷം അനുഭവിക്കും, അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കും. പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ, ഈ നിത്യതയിൽ നിങ്ങളുടെ സ്ഥാനം എന്തായിരിക്കണം എന്നുള്ള തീരുമാനിക്കുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ ചുരുങ്ങിയ നാളുകളിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആയിരിക്കുന്നത്. ഇന്നൊക്കെ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കേണ്ട ദിവസമാണ്. വേറെ ഏതാണ്ട് പറയാനുണ്ടോ? അയ്യോ, പന്തിന് വേറെ ഏതാണ്ടോട് പറയാനുണ്ടോ? പറയട്ടല്ലേ, പെട്ടെന്ന് പറയണം. ഓക്കെ 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 ആ കാര്യം നിങ്ങളുടെ പറയാം. എന്താ പന്ത് പറഞ്ഞെന്നറിയാമോ? പന്ത് പറയുക, ഞാൻ ഈ പന്ത് കൈ വിട്ടാൽ എന്ത് പറ്റും? എന്ത് പറ്റും? താഴോട്ട് പോകും അല്ലേ? ഈ പന്ത് താഴോട്ട് പോകാൻ എനിക്ക് എന്തെങ്കിലും ചെലവ് വന്നോ? എന്തെങ്കിലും പ്രഷർ കൊടുക്കേണ്ടി വന്നോ? ഇല്ല. വെറുതെ കൈ അങ്ങോട്ട് പിടിച്ചു, കൈ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ പന്ത് താഴോട്ട് വരും അല്ലേ? എന്നാൽ ഈ പന്ത് മേളിലോട്ട് പോകാനോ? പന്ത് മേളിലോട്ട് പോകാൻ കൈ വിട്ടാൽ മേളിലോട്ട് പോവോ? ഇല്ല. മേളിലോട്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാനത് അല്പം ബലം കൊടുക്കണം, എന്നാലേ ഈ പന്ത് മേളിലോട്ട് പോകും അല്ലേ? മോനിക്ക് വന്ന് ഓടി വന്ന് അങ്കിളുടെ കാര്യമാണോ അതോ മോനും അങ്ങനെ ചെയ്താൽ ശരിയാവുമെന്ന് നമുക്ക് നോക്കാം. ഈ പന്ത് ഒന്ന് കയ്യിൽ നിന്ന് താഴോട്ടിടാമോ? താഴോട്ടിട്ട കയ്യിൽ നിന്ന് വിട്ടെ. മോൻ ചെയ്തപ്പോൾ അത് തന്നെ, പന്ത് താഴോട്ട് പോവാ. ഇത് മേലോട്ട് വിടുന്ന അങ്ങനെ പന്ത് മേലോട്ട് വിടണം. എന്ത് ചെയ്യണം? കുറച്ച് ബലം വേണം അല്ലേ? താങ്ക് യു. ബലം പ്രയോഗിച്ചാലേ മേലോട്ട് പോകും. താഴോട്ട് പോകാൻ എളുപ്പമാണ്, മേലോട്ട് പോകാൻ അല്പം ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ജീവിതം അതുപോലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നശിച്ചു പോകുവാൻ, തിന്മയിലേക്ക് വീഴുവാൻ, പാപത്തിലേക്ക് വീഴുവാൻ, താഴോട്ട് പോകുവാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നിങ്ങളിപ്പോ ജീവിക്കുന്നവരൊക്കെ ജീവിച്ചാൽ മതി. എന്നാൽ ഉയർച്ചയിലേക്ക് വരുവാൻ, നന്മ പ്രാപിക്കുവാൻ, ആത്മീയമായി വളരുവാൻ ഒരല്പം നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. ഞാനൊരു ദിവസം ഒരു 4 പേജുള്ള ഒരു ട്രാക്ട് കണ്ടു. 4 പേജ്. ആ 4 പേജിൽ 1ാമത്തെ പേജിൽ എഴുതിയിരിക്കുക, നരകത്തിൽ പോകാൻ എന്ത് ചെയ്യണം? അതാ എഴുതിയിരിക്കുന്നത്. എന്താ ചോദ്യം? നരകത്തിൽ പോകാൻ എന്ത് ചെയ്യണം? അപ്പൊ എന്ത് ചെയ്യണമെന്നുള്ളത് അറിയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് അതൊന്ന് മറിച്ചു നോക്കിയപ്പോ അവിടെ ഒന്നുമില്ല. വെറുതെ ശൂന്യമായ 2 പേജുകൾ. എന്താ അതിന്റെ അർത്ഥം? നരകത്തിൽ പോകാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ മതി, നരകത്തിൽ പൊക്കോളും. പിന്നെ 4ാമത്തെ പേജിലാണ് സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം എഴുതിയിരിക്കുന്നത്. അതൊക്കെ നമ്മൾ ഇനി കുറച്ചൊരു കഴിയുമ്പോൾ വിശദമായിട്ട് കേൾക്കും. അപ്പൊ ഈ പന്ത് പറഞ്ഞു തരുന്ന 2ാമത്തെ പാഠം എന്താണെന്നറിയാമോ? 2ാമത്തെ പാഠം, നമ്മുടെ ജീവിതത്തിൽ അധപ്പതിക്കാൻ, തിന്മയിലേക്ക് വീഴാൻ വളരെ എളുപ്പമാണ്. നമ്മൾ വളരെ സൂക്ഷിക്കണം. ഒഴുക്കിനൊത്തം ഒഴുകാൻ എളുപ്പമാണ്. ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതാണ് ഈ കൊച്ചു പ്രായത്തിൽ നമ്മൾ തീരുമാനിക്കാൻ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു കാര്യം കൂടെ, ഒരു ചാൻസ് കൂടെ തരാം, പെട്ടെന്ന് പറയണം. ഓക്കെ അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. എന്താ ഈ പന്ത് പറഞ്ഞെന്നറിയാമോ? ഇച്ചിരി ഉറക്കം പറ. കേട്ടത്തില്ല, ഉറക്കം പറ. ഓക്കെ കേട്ട്. പന്ത് പറയുക, ഈ പന്ത് കോർട്ടിൽ ഇറങ്ങി കളിക്കല്ലോ അല്ലെ? ഫുട്ബോളോ ബാസ്കറ്റ് ബോളോ ക്രിക്കറ്റോ ഒക്കെ കളിക്കുന്ന സമയത്ത് ഈ പന്തിനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. ആരാ? എപ്പോഴും ഈ പന്തിനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. ആരാന്നറിയാമോ? അമ്പയർ അല്ലെങ്കിൽ റഫറി എന്ന് പറയുന്ന ആള് പന്തിനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. അമ്പയറുടെ കണ്ണ് എപ്പോഴും പന്തിലാണ്. ആരെങ്കിലും ഈ പന്ത് വെച്ച് ഫൗള് കാണിക്കുന്നുണ്ടോ, ഗോള് വീഴുന്നുണ്ടോ, അല്ലെങ്കിൽ സ്റ്റെമ്പേൽ കൊണ്ട് ഔട്ട് ആകുന്നുണ്ടോ, പന്തിനെ എപ്പോഴും അമ്പയർ അല്ലെങ്കിൽ റഫറി ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കും അല്ലേ? നമ്മളെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്പയർ ഉണ്ട്. എന്നെയും നിങ്ങളെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ആരെന്നറിയാമോ? വെരി ഗുഡ്. സ്വർഗത്തിലെ ദൈവമായ അമ്പയർ നമ്മളെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളെ നോക്കുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ രാത്രിയിൽ ദൈവത്തിന് നമ്മളെ കാണാൻ പറ്റുമോ? ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ? മുറിക്കകത്ത് കയറി കഥവെല്ലാം അടച്ചാൽ ദൈവത്തിന് നമ്മളെ കാണാമോ? ബസ്സിൽ കയറി നമ്മൾ യാത്ര ചെയ്ത് പോയാൽ കാണാമോ? വിമാനത്തെ പോയാൽ കാണാമോ? എവിടെ പോയാലും ഏതവസരത്തിലും എപ്പോഴും
എപ്പോഴും ദൈവം നമ്മെ കാണുന്നുണ്ട് അല്ലേ? ആ ചിന്തയോടെ വേണം നമ്മൾ ജീവിക്കാൻ. ഇനി നമ്മൾ അല്പസമയം ഇവിടെ ഇരിക്കുമ്പോൾ ഇത് തന്നെ ഓർത്തോണം. എന്താ? എന്നെ ദൈവം കാണുന്നു. മിസ്റ്റർ പന്തേ, നീ അല്പനേരം അങ്ങോട്ട് മാറി. ഇനി വേറെ 1-2 ഫ്രണ്ട്സോട് ഉണ്ട്, അവർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇവരെ അങ്ങോട്ട് മാറ്റി നിർത്താം. ഓക്കെ, അടുത്ത ആളിനെ വിളിക്കാം. ഇപ്പൊ എന്റെ കൂടെ വന്നിരിക്കുന്ന 2 കൂട്ടുകാർ, അവർ 2 ഇരട്ടകളാണ്. ഇരട്ടകൾ എന്ന് പറഞ്ഞാൽ അറിയാമോ? ഒരേ ദിവസം ഒരുമിച്ച് ജനിച്ച ഒരമ്മയുടെ 2 മക്കൾ. അവരെ കാണണോ? ഇതാണ്. ആരാ ഇത്? ഇത് പൊട്ടറ്റോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ്. ഇതാണ് അവന്റെ ഒറ്റ. എങ്ങനെയുണ്ട്? ഒരുത്തൻ വലിയ തടിയനാണ്, ഒരുത്തന് വളരെ ശുഷ്കിച്ച ഒരാളാണ്. ഇവർ 2 ഒരേ അമ്മയുടെ വയറ്റിൽ ജനിച്ച് ഒരേ വീട്ടിൽ വളർന്നവരാണ്. പക്ഷെ ഒരുത്തൻ വലിയ തടിയാപിള്ളിയായി, ഒരുത്തൻ വലിയ ശുഷ്കാപിള്ളിയായി അല്ലേ? മെലിഞ്ഞ് അവനൊട്ടും ആരോഗ്യമൊന്നുമില്ല. ഇവനാണെങ്കിൽ ഭയങ്കര ബെഡാ. ഓക്കെ. ഇവനെ കാരണം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ചെറുപ്പത്തിൽ ഇവൻ കാര്യമായിട്ട് ഒന്നും കഴിക്കത്തില്ലായിരുന്നു. നിങ്ങൾ ചില പിള്ളേരെ പോലെ പാല് കൊണ്ടുവരുമ്പോ പാല് വേണ്ട, അപ്പം കൊണ്ടുവരുമ്പോ അപ്പം വേണ്ട, ഇറച്ചി കൊണ്ടുവരുമ്പോ ഇറച്ചി വേണ്ട. എനിക്ക് ആരും ഒന്നും കഴിക്കത്തില്ല. ഇവനാണെങ്കിൽ ഇങ്ങോട്ട് പോകട്ടെ, കൊണ്ടുപോരെ, എനിക്ക് വല്ലതും കൊണ്ടുപോകാത്ത പാടില്ല. ഇവനെല്ലാം മേടിച്ച് കഴിക്കുമായിരുന്നു. ചെറുപ്പത്തിൽ വളരെ ആഹാരം കഴിക്കേണ്ട വളരെ ആവശ്യമായി, എന്നാലേ നമ്മുടെ ശരീരം പുഷ്ടി പ്രാപിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈ നമ്മുടെയൊക്കെ ബാല്യത്തിൽ ആത്മീകമായിട്ടുള്ള ആഹാരം വളരെ അധികം നമ്മൾ കഴിച്ചേ പറ്റൂ. നമ്മൾ കഴിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ ആഹാരം എന്താണെന്ന് അറിയാമോ? വചനമെന്ന മായമില്ലാത്ത പാല്. ദൈവത്തിന്റെ വചനമായ ബൈബിളായ വേദപുസ്തകമായ മായമില്ലാത്ത പാല് നന്നായിട്ട് കഴിച്ചാലേ നമ്മൾ വളരത്തുള്ളൂ. അല്ലെങ്കിൽ ഇവനെ പോലെ ആയിത്തീരും. ഇങ്ങനെ ആകണോ? നിങ്ങൾക്ക് ഇങ്ങനെയാണോ? വേണ്ട. പിന്നെ വേറെ കാരണം വല്ലതും ഉണ്ടോ? ഒരു കാരണം കൂടെ പുള്ളി പറയുന്നുണ്ട്. ഉറക്കെ പറ, കേൾക്കത്തില്ല. ഉറക്കെ പറയാൻ. ഓക്കെ. പുള്ളി അടുത്ത കാരണം പറ. എന്താ അറിയാമോ? ഇവര് അടുത്തടുത്ത മുറിയിലാ. ഒരു വീട്ടിലായിരുന്നെങ്കിൽ അടുത്തടുത്ത മുറിയിലാ കിടന്നേ. ഇവൻ കിടന്ന മുറിയുടെ മേൽ ഒത്തിരി കല്ലും കട്ടയും ചെളിയും പൊടിയും തടിക്കഷ്ണവും എല്ലാം കൂടെ കിടപ്പുണ്ട്. അതെല്ലാം കൂടി ഇവനെ ഞെരുക്കി. ഇവന് വളരാൻ അവസരം കൊടുത്തില്ല. ഇവൻ കിടക്കുന്നിടത്ത് അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇവന് നന്നായിട്ട് വളരാൻ പറ്റി. ഇതുപോലെ നമ്മുടെ മുകളിൽ ചില ദുസ്വഭാവങ്ങളും ചീത്തയായിട്ടുള്ള ചില കാര്യങ്ങളും അരുതാത്ത ചില കാര്യങ്ങളും ചില അനുസരണക്കേടും അതുപോലെയുള്ള ചില കുഴപ്പങ്ങളും പ്രശ്നങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളും ആത്മീയമായിട്ട് അങ്ങ് സൃഷ്ടിച്ചു പോകും. അപ്പൊ ഇവരാരെ പോലെ നമുക്ക് ആകണ്ടേ? ആരെ പോലെ ആകണം? ഇവനെ പോലെ ആകേണ്ടിയവരൊന്ന് കൈ ഉയർത്താമോ? മിക്കവാറും എല്ലാവരും ഇവനെ പോലെ ആവണല്ലോ. ഇവനെ പോലെ ആകേണ്ടിയവരോ? ആരുമില്ലേ? എന്റെ കൈ മാത്രമേ വീട്ടിലോട്ടുള്ളൂ. ഞാൻ എന്താ തെറ്റേ? നമുക്ക് എല്ലാവർക്കും ഇവനെ പോലെ ആകണമെങ്കിൽ വളരെ ചെറുപ്പം തൊട്ടേ ആഹാരം കഴിക്കണം. ആത്മീയമായി ശക്തി പ്രാപിക്കണമെങ്കിൽ ആത്മീയ ആഹാരം കഴിക്കണം. നമ്മൾ VIPs എല്ലാം കൂടെ ചേർന്ന് പഴയ ഒരു കാലഘട്ടത്തിലേക്ക് പോകാനായിട്ട് പോവാം. എത്ര വർഷം പുറകിലേക്കാണെന്നറിയാമോ? 2700 വർഷങ്ങൾ പുറകിലേക്ക് നമ്മൾ ഇവിടെയുള്ള എല്ലാ കൂട്ടുകാരോടൊപ്പം പോവാം. അവിടെയുള്ള സംഭവം നമ്മൾ കാണുകയും നമ്മൾ അതിനകത്ത് അഭിനയിക്കുകയും ഒക്കെ ചെയ്യാൻ പോവാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു പാട്ട് കേൾക്കാം. ശ്രദ്ധിക്കാം. പ്രവാചകൻ യോനയോട് ദൈവമരുളി എഴുന്നേൽക്കാൻ, പ്രസംഗിക്ക നിനവയെന്ന പട്ടണത്തിനെതിരായി. പ്രവാചകൻ യോനയോട് ദൈവമരുളി എഴുന്നേൽക്കാൻ, പ്രസംഗിക്ക നിനവയെന്ന പട്ടണത്തിനെതിരായി. തന്നിഷ്ടം നിറവേറ്റാൻ യോന കൊതിച്ചു, തർശീശിൽ പോകുവാൻ തീരുമാനിച്ചു. തൽക്ഷണം ദൈവത്തിൻ കോപം ജ്വലിച്ചു, താനുറങ്ങും കപ്പലിൽ അവൻ കാറ്റടിപ്പിച്ചു. പ്രവാചകൻ യോനയോട് ദൈവമരുളി എഴുന്നേൽക്കാൻ, പ്രസംഗിക്ക നിനവയെന്ന പട്ടണത്തിനെതിരായി. കപ്പലിലുള്ളവർ കുപിതരായി, കാരണം തേടി അവർ പായുകയായി. ഉടനെ അവർ ചീട്ടിട്ടു നോക്കുകയാ, ഉറങ്ങുന്ന യോനയെ പിടിക്കുകയാ. പ്രവാചകൻ യോനയോട് ദൈവമരുളി എഴുന്നേൽക്കാൻ,
നിനവയെന്ന പട്ടണത്തിനെതിരായി വെള്ളത്തിൽ യോനയെ തള്ളിയിട്ടു തെരുവായി നീരിന്റെ വയറ്റിൽപ്പെട്ടു അനുതാപപ്പെട്ടു കുറ്റമേറ്റു പറഞ്ഞു സർവേശൻ യോനയ്ക്ക് കൃപ ചൊരിഞ്ഞു. പ്രവാചകൻ യോനയോട് ദൈവമരുളി എഴുന്നേൽക്കാൻ പ്രസംഗിക്ക നിനവയെന്ന പട്ടണത്തിനെതിരായി. പ്രവാചകൻ യോനയോട് ദൈവമരുളി എഴുന്നേൽക്കാൻ പ്രസംഗിക്ക നിനവയെന്ന പട്ടണത്തിനെതിരായി. അതേ കൂട്ടുകാരെ, യോന എന്നൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ദൈവം പറയുന്ന കാര്യങ്ങൾ മനുഷ്യരോട് സംസാരിക്കാനായിട്ട് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു യോന എന്ന പ്രവാചകൻ. ഒരു ദിവസം ദൈവം പറഞ്ഞു, നിനവയിലേക്ക് പോയി അവിടെയുള്ള ആൾക്കാരോട് നിങ്ങൾ ഇങ്ങനെ തന്നെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് തുടർന്നുകൊണ്ടിരുന്നാൽ ഞാൻ നിങ്ങളെ നശിപ്പിക്കും. ഏറ്റു പറഞ്ഞ് ദൈവത്തോട് പാപങ്ങളെ ഏറ്റു പറഞ്ഞ് മനം തിരിയണം എന്ന് ഇത് പോയി പറയാനായിട്ട് ദൈവം യോനയോട് പറഞ്ഞു. യോന വിചാരിച്ചൂടെ, ഞാൻ ഇത് പോയി പറഞ്ഞാല് അവിടെയുള്ള ആൾക്കാർ എന്നെ വിശ്വസിക്കുമോ? ഈ കാര്യങ്ങളൊക്കെ അവർ സംശയിക്കുമോ? അല്ല, ഒരു പക്ഷെങ്കിൽ അവരുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെയൊക്കെ ഏറ്റു പറഞ്ഞ് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്നൊക്കെ പറഞ്ഞ് മനം തിരിഞ്ഞു കഴിയുമ്പോ ഞാൻ പറഞ്ഞത് കള്ളമായി പോയി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് യോന ചിന്തിച്ച് എന്ത് ചെയ്യുന്നറിയാമോ? ദൈവം യോനയോട് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാതെ വേറൊരു സ്ഥലത്തേക്ക് യോന മാറിപ്പോയി. എന്തൊരിതാന്ന് ഓർത്ത് നോക്കി. ദൈവം ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് പറയുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോവുക. പ്രവാചകന് പറ്റിയതായ പ്രയാസം ഓർത്ത് നോക്കി. കൂട്ടുകാരെന്താ പാടുന്നെന്ന് ഒരു പ്രാവശ്യം ഒന്ന് ശ്രദ്ധിക്കാമോ? പേടിച്ചോടി പോവാ വേറൊരു സ്ഥലത്തേക്ക്. ഈ യോനയെ നമുക്കൊന്ന് കാണണ്ടേ? ദൈവത്തിന്റെ പ്രവാചകൻ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പക്ഷെ പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞപ്പോ തന്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്ത് പേടിച്ച് വേറൊരു സ്ഥലത്തോട്ട് ഓടിപ്പോകാനായിട്ട് ശ്രമിക്കുക. ആ കപ്പൽ തുറമുഖത്തേക്ക് എത്തി. ഇതാ നമ്മൾ യോനയോടൊപ്പം ഇല്ല, നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പോകാം. കുറച്ച് നേരം എന്താ റെഡിയാണോ? റെഡിയാണ്, നിങ്ങൾ റെഡി എന്ന് പറഞ്ഞു. റെഡി. ഈ കഥയിൽ കൂടെ യോനയോടൊപ്പം നമ്മൾ യാത്ര ചെയ്യാനായിട്ട് പോവുക. കപ്പൽ തുറമുഖത്തേക്ക് അടുത്തു. എങ്ങോട്ട് പോകണം? എവിടേക്ക് പോകണം? അവിടെ പോണോ ഇവിടെ പോണോ? ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകള് യോനെ ഇങ്ങനെ സംശയത്തിലാക്കി. ഓ സാരമില്ല, കപ്പലൊക്കെ റെഡിയാക്കി കിടക്കുകയല്ലേ, ശരി ഇങ്ങോട്ട് തന്നെ പോയേക്കാം എന്നുള്ള വിചാരത്തില് വളരെ സന്തോഷത്തോടെ ഓടിപ്പോയി. ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടില്ല എങ്കിൽ ഞങ്ങൾ പറയാ, ഇനി ഇങ്ങോട്ട് പോകാനായിട്ട് ടിക്കറ്റ് ഉണ്ടോ? ടിക്കറ്റൊക്കെ കിട്ടുമോ? ആ പാടി വലിയ പ്രയാസത്തിലായി തീർന്നു. ഏതായാലും ഓടിച്ചെന്നുള്ള കറക്റ്റ് താൻ ദൈവം പറഞ്ഞ സ്ഥലത്ത് പോകാതെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് തനിക്ക് കിട്ടുന്നു. അപ്പൊ ഇത് ശരിക്കും ദൈവത്തിന്റെ ഉദ്ദേശം തന്നെ ആയിരിക്കും. ഏതായാലും കൊള്ളാം, വേഗം തർശീശ് കപ്പലിലേക്ക് കയറി ടിക്കറ്റ് ഒക്കെ എടുത്ത് പെട്ടെന്ന് താൻ എന്ത് ചെയ്യുന്നറിയാമോ? അതിന്റെ താഴെ തട്ടിലേക്ക് കയറി ഉറക്കം ആരംഭിച്ചു. ഭയങ്കര ഉറക്കം. ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞാൻ വിചാരിച്ചത് ആരും കാണുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ആരും കാണുന്നില്ല, ദൈവത്തെ കളിപ്പിച്ച് ഞാനിങ്ങനെ മാറി ഓടിപ്പോകുന്നത് ആരും കാണുന്നില്ല എന്ന് ചിന്തിച്ച് അവനെ ഇങ്ങനെ ഭയങ്കര സുഖകരമായ ഉറക്കമാണ്. അപ്പൊ എന്താ കൂട്ടുകാരെ സംഭവിച്ചെന്നറിയാമോ? വലിയ കാറ്റും കോളും ബഹളവും എല്ലാം കൂടെ ആകപ്പാടെ കടലിൽ വലിയൊരു പ്രശ്നം, പ്രയാസം. യോന എന്നൊരാള് മുഖാന്തരം കടലിലുണ്ടാകുന്ന പ്രയാസം കണ്ടില്ലേ? ഭയങ്കര കാറ്റ്. അപ്പൊ കപ്പലിരിക്കുന്ന ആൾക്കാരെല്ലാം ആണ്. അപ്പൊ നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്നത് നിങ്ങളും ഇങ്ങനെ ഞങ്ങളിങ്ങനെ ആളെ പറയുമ്പോ ഇങ്ങനെ മാറുന്നേ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാ കൂട്ടുകാരും. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. അവിടെ ഇരുന്നോണ്ട് ഇങ്ങനെ മൂവ് ചെയ്താൽ മതി. ഭയങ്കര കാറ്റാ, ഭയങ്കര കാറ്റ്. എന്താ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. എല്ലാ കൂട്ടുകാരും മുന്നിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഭയങ്കര കാറ്റ്. എന്താ സംഭവിക്കുന്നത്? ഇപ്പോഴും യോന സുഖമായിട്ട് ഒന്നും അറിയാൻ വയ്യാത്തവനെ പോലെ എവിടാ കപ്പലിന്റെ അടുത്തിട്ട് കിടന്ന് സുഖകരമായ ഉറക്കമാണ്.
അവർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തോ സംഭവിക്കുന്നത്. ഉടനെ ആ കപ്പലിൽ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്കൊരു നമ്മുടെ കപ്പലിന്റെ ഭാരം കുറയ്ക്കാനായിട്ട് കപ്പലിലെ സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിലോട്ട് എടുത്ത് എറിഞ്ഞാലോ. അയ്യോ, അവരവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിൽ എറിയാം. എനിക്ക് കൂട്ടുകാരെ എന്തൊരു പ്രശ്നമാണെങ്കിൽ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കപ്പലിൽ ആ പല കാറ്റും കോളും ബഹളവും എല്ലാം വലിയ അസ്വസ്ഥത. അതെ, ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ എല്ലാ കൂട്ടുകാരും ഞങ്ങൾ പറയുമ്പോ ഇങ്ങനെ കാറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ അതുപോലെ ഒന്ന് എല്ലാവരും ഇവിടെ ഇരിക്കുന്ന സമയം ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, അതുപോലെ ഭയങ്കരമായൊരു ഈ കപ്പലിലുള്ള സാധനങ്ങളെല്ലാം പറക്കി വെളിയിലോട്ട് അറിയാനായിട്ട് അത് ഒരുങ്ങിയാണ്. കാറ്റും കോളും ശ്രമിക്കുന്നേ ഇല്ല, വലിയ പ്രശ്നം. സുഖകരമായ ഉറക്കം വന്നേരും യോന അതിന്റെ അടിത്തട്ടി കിടന്നു. ഒന്നും അറിയാൻ വയ്യാത്തതിനെ പോലെ അവരോട് സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിലോട്ട് എടുത്തെറിയുന്നു. മതി, ഓക്കെ, നിങ്ങൾ വളരെ നല്ലോണം ചെയ്തു. നിങ്ങളുടെ ദൈവനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക. കുറെ പേര് അവർക്ക് അറിയാവുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയവര് വലിയ ദൈവമേ സഹായിക്കണേ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമാണ്. പിന്നെന്താ സംഭവിച്ചറിയാം? അടിച്ചു ഉയർന്നു യോനൊന്നും വിഷയമല്ല. യോന കാറ്റടിച്ചു ഉയർന്നു ചീറ്റിട്ടു കപ്പൽക്കാർ കള്ളൻ ആരെന്നറിഞ്ഞിടുവാൻ ചീട്ടു യോനയ്ക്ക് വീണു അവനെ കടലിലെറിഞ്ഞുടൻ. ചീറ്റിട്ടു കപ്പൽക്കാർ കള്ളൻ ആരെന്നറിഞ്ഞിടുവാൻ ചീട്ടു യോനയ്ക്ക് വീണു അവനെ കടലിലെറിഞ്ഞുടൻ. യോന ഇതൊന്നും മനസ്സിലാക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള നിലയിൽ ഇങ്ങനെ കിടക്കുക. ഒടുവില് അവര് ഒരു കാര്യം തീരുമാനിച്ചു, ഇതാരാണ് ഇതിന്റെ അകത്ത് പ്രശ്നക്കാരൻ, നമുക്കിത് കണ്ടുപിടിക്കണമല്ലോ എന്ന് പറഞ്ഞ് പേപ്പറിൽ അവരുടെയൊക്കെ പേരൊക്കെ എഴുതിയിട്ട് ഒരു പാത്രത്തിലൊക്കെ ഇട്ട് കുലുക്കി അത് എടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കൃത്യമായിട്ട് യോനയുടെ പേര് തന്നെ വീണു. താഴെ ചെന്ന് ക്യാപ്റ്റൻ ഇറങ്ങി വന്നിട്ട് താഴെ ചെന്നാനെ വിളിച്ചു, എന്തായി കിടന്നുറങ്ങുന്നേ, എഴുന്നേക്കടോ. ഒന്നും അറിയാൻ പറ്റാതെ ഒരു പെട്ടെന്ന് പുള്ളി ചാടിയൊക്കെ എഴുന്നേറ്റ് അകത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് പറയൂ, ഞാന് ദൈവത്തെ കളിപ്പിച്ച് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ, ഇത് എല്ലാം സൃഷ്ടിച്ചതായ ഈ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ ഓടി വന്നിരിക്കുക. എന്നെ എടുത്ത് കടലിലോട്ടങ്ങ് ഇട്ടേക്കെന്ന് പറഞ്ഞു. അപ്പോഴും കാറ്റും കോളും ഒക്കെ ചെറിയ ചെറിയ ശാന്തമാനായിട്ട് തുടങ്ങുകയാണ്. എന്നാലും ഇടയ്ക്ക് പറയുമ്പോഴും വലിയ ബഹളവും കാറ്റും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, എന്നെ എടുത്തിട്ടേക്ക് എന്നാലും ശാന്തമോ. അവർക്ക് മനസ്സിലായിരുന്നു, ക്യാപ്റ്റനും ആൾക്കാർക്കൊക്കെ ചിന്തിച്ചു ആ പാവം മനുഷ്യനെ എടുത്ത് വെള്ളത്തിലിട്ടാലോ. എന്നാലും നിവൃത്തിയില്ലാതെ ഒടുവില് അവരങ്ങനെ തന്നെ ചെയ്തു. കൂട്ടുകാരെ കാണാമോ, ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ യോനെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടുക. ദൈവം ഒരു മത്സ്യത്തെ അവിടെ റെഡിയാക്കി നിർത്തിയിരിക്കാൻ. ആ ദൈവം വിളിച്ചു, ഒരു മത്സ്യത്തോട് പറഞ്ഞു, മത്സ്യമേ നീ റെഡിയാക്കി നിന്നു, ഞാൻ പറയുന്ന പോലെ അനുസരിക്കണം. ഇവനെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടും. വെള്ളത്തിലിട്ട് കഴിയുമ്പോ കൃത്യമായിട്ട് നീ വന്ന് യോനെ വിളിക്കണം. എന്തോ ദൈവം വിളിച്ചെന്ന് അറിയാമോ? ഒന്നും മറക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ വലിയ മത്സ്യമേ. നിങ്ങൾ വിളിക്കാമോ? എല്ലാവരും ഞാൻ റോഡ് വിളിച്ചേ വലിയ. വെരി ഗുഡ്. അങ്ങനെ ഒന്നുകൂടെ എല്ലാവരും ഓർക്കെ. ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഭാവന കഥകൾ പറയാ. ദൈവം ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കി കൃത്യമായിട്ട് നിങ്ങൾ സൂക്ഷിച്ചു നോക്കി അറിയാം. ആ മീൻ ഇങ്ങനെ റെഡിയായിട്ട് പടം വരച്ചതിന്റെ അങ്ങനെ ചെയ്തിരിക്കുക, റെഡിയായിട്ട് കൃത്യമായിട്ട് അവിടെ വന്ന് കിടക്കുക. യോനെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടുടനെ, അല്ലെങ്കിൽ ഈ അതോട് റെഡിയായിട്ട് നിന്നില്ലായിരുന്നു. നിങ്ങൾ ഓർത്ത് നോക്കി, വെള്ളം കുടിച്ച് കുറെ നേരമൊക്കെ ബുദ്ധിമുട്ടി പോയതല്ലേ. കൃത്യമായിട്ട് മത്സ്യം യോനെ വിഴുങ്ങാനായിട്ട് റെഡിയായിട്ട് കിടക്കുക. ദൈവത്തിന്റെ കരുതലുകൾ എന്നിട്ടും യോനെ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയോ? മനസ്സിലാക്കിയോ? ഇത്രമാത്രം സ്നേഹം ദൈവം യോനയോട് ദൈവത്തെ വിട്ട് ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. ദൈവം പറഞ്ഞ കാര്യം ചെയ്യാതെ വേറൊരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ടും ദൈവം യോനയെ സ്നേഹിച്ച് അവന് വേണ്ടി ദൈവം കരുതുന്ന കാര്യങ്ങൾ ഓർത്തു നോക്കി. മത്സ്യം, വലിയ മത്സ്യമേ, തിമിംഗലമേ എന്നൊക്കെ വിളിച്ചാണ് കൃത്യമായിട്ട് അതുപോലും ദൈവത്തെ അനുസരിച്ചു. ദൈവത്തിന്റെ സമസൃഷ്ടികളാകുന്ന നമ്മൾ ഓർത്തു നോക്കി, ഈ രീതിയിൽ ദൈവത്തെ അനുസരിക്കാറുണ്ടോ? എന്തിനു പറയുന്നു, യോന പോലും അനുസരിച്ചില്ലല്ലേ. യോന ഈ മത്സ്യം വന്ന് വിഴുങ്ങി. വലിയ മീനൊക്കെ അല്ലെങ്കിൽ ഈ മത്സ്യത്തിന് മനുഷ്യനെ വിഴുങ്ങാൻ പറ്റുമോ? പറഞ്ഞേ, ഞങ്ങൾ കേൾക്കുന്നത് ഉറക്കെ പറ, പറ്റുമോ? അതെ, വളരെ ശരിയാണ്. നോക്കി, യോനെ വിഴുങ്ങാൻ ഒരു വലിയൊരു മത്സ്യത്തെ ദൈവം കൽപ്പിച്ച ആ മത്സ്യം വന്ന് കാണാമോ? ഓക്കെ, നോക്കി, സൂക്ഷിച്ചു നോക്കി. ഈ വലിയ മത്സ്യം വന്ന് യോനെ വിഴുങ്ങുക.
ഒന്നും മനസ്സിലാക്കുന്നില്ല. യോനയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അയ്യോ എന്താ കർത്താവേ ഇതൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ ഇതിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഒന്നുകൂടെ ഞങ്ങൾ പാടാനായിട്ട് പോവാ. നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് കൂടെ ചേർന്ന് പാടാനായിട്ട് സാധിക്കും. ഏതാ? യോനയോട് ദൈവം ചൊല്ലി നിനവേക്ക് പോകാൻ യോന പേടിച്ചോടിപ്പോയി തർശീസിൽ. പേടിച്ചോടിപ്പോയി തർശീസിലേക്ക്. കൂട്ടുകാരോട് പാടാമോ? യോനയോട് ദൈവം ചൊല്ലി യോന പേടിച്ചോടിപ്പോയി തർശീസിലേക്ക്. ടിക്കറ്റ് എടുത്തു കപ്പലിലേറി ഉറക്കെ പഠിക്കും. കാറ്റടിച്ചു കോളമുയർന്നു ലാ ലാ ലാ. ടിക്കറ്റ് എടുത്തു കപ്പലിലേറി ലാ ലാ ലാ. കാറ്റടിച്ചു കോളമുയർന്നു ലാ ലാ ലാ. അപ്പൊ കാറ്റടിച്ചു കോളമുയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മുമ്പ് ചെയ്ത പോലെ ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ചെറുതായിട്ട് നാടാമോ? ഓക്കെ, എല്ലാ കൂട്ടുകാരും ഓക്കെ. 1 2 3 സ്റ്റാർട്ട്. ടിക്കറ്റ് എടുത്തു കപ്പലിലേറി കപ്പൽക്കാരൻ കല്ലൻ ആരെന്നറിഞ്ഞിടുവാൻ ചീട്ടയോലേക്ക് വീണു അവനെ കടലിലെറിഞ്ഞുട. യോനയോടു ദൈവം ചൊല്ലി അശീസിലേക്ക്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് മാറിയാലോ? എല്ലാവരും എഴുന്നേറ്റിരിക്കാമോ? ഇതൊന്നും മനസ്സിലാക്കാതെ യോന പിന്നെ യാത്ര ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക പല പല കാര്യങ്ങൾ. ദൈവത്തിന്റെ മുൻപിൽ അനുസരണക്കേട് കാണിച്ച് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന യോന. ഓക്കെ, ഞങ്ങൾ എന്നെ പാടാൻ സഹായിക്കാൻ ആളും എന്റെ കൂടെ നിൽക്കുന്ന കൊച്ചുകൂട്ടർ ഇവരോട് ചേർന്ന് പാടും. ആ സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്നവര് ഇപ്പൊ 2 പ്രാവശ്യങ്ങൾ പാടിയല്ലോ. എത്രയും ശബ്ദം ഉയർത്തി പാടാം, അത്രയും ശബ്ദം ഉയർത്തി ഉറക്കെ പാടും. ഓക്കെ, റെഡിയാണ്? റെഡി എന്ന് പറഞ്ഞാൽ റെഡി. കേട്ടില്ല? 1 പ്രാവശ്യം റെഡി. ഇച്ചിരി ഉറക്കെ റെഡി. വെരി ഗുഡ്. 1 2 3 സ്റ്റാർട്ട്. യോനയോടു ദൈവം ചൊല്ലി നിനവേക്ക് പോകാൻ പേടിച്ചോടിപ്പോയി തർശീസിലേക്ക്. കൈയടിച്ച് പാടാമോ? യോനയോടു ദൈവം ചൊല്ലി മതി. താങ്ക് യു. മനോഹരമായി പാടി. ഈ കഥ വീണ്ടും തുടരുകയാണ്. എല്ലാവർക്കും ഇരിക്കാമോ? മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിലേക്ക് അവിടെ കിടന്ന് യോന 2:2 നമ്മളിങ്ങനെ വായിക്കുന്നു. എന്റെ കഷ്ടത നിമിത്തം ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന യോന അവിടെ കിടന്നപ്പോഴാണ് തനിക്ക് ബോധ്യം വന്നത്. ദൈവം ആ പ്രത്യേക സ്ഥലത്താക്കിയപ്പോൾ താൻ അവിടെ കിടന്ന് നിലവിളിച്ചു, ദൈവമേ ഐ എം സോറി, എന്നോട് ക്ഷമിക്കണം കർത്താവേ, ദൈവമേ ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ ഇങ്ങനെ ഓടിപ്പോവാ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് നിലവിളിക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെയാണ് നമ്മൾ വേദത്തിൽ വായിക്കുന്നത്. യോന 2:2 എന്റെ കഷ്ടത നിമിത്തം ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ദൈവം യോനയുടെ പ്രാർത്ഥന കേട്ട് ദൈവം സഹായിക്കുന്നത്. പക്ഷെ ഓർത്ത് വയ്ക്കുക, പാപം ചെയ്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്ത് ഇങ്ങനെ ഓടിപ്പോവാ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്തോ ഇതാ അല്ലേ, എങ്ങനെ കേൾക്കാനാ പ്രാർത്ഥന? എന്നാലും ദൈവം സ്നേഹവാനായതുകൊണ്ട് യോനയുടെ പ്രാർത്ഥന കേട്ട് ആ മത്സ്യത്തെ വീണ്ടും വിളിക്കുക, വലിയ മത്സ്യമേ, വലിയ മത്സ്യമേ. എങ്ങനെ പറയാം, എങ്ങനെ വിളിച്ചേ? തിമിംഗലമേ, തിമിംഗലമേ, വലിയ മത്സ്യം, വലിയ മത്സ്യം. ഇങ്ങനെ വിളിക്കുക. ഉടനെ ദൈവം പറഞ്ഞ പോലെ തന്നെ അനുസരിച്ചു. ഈ മത്സ്യം യോനയെ പോയി കരയിൽ സർപ്പിച്ചിട്ടു. യോനയ്ക്ക് അന്നേരം മനസ്സിലായി ഈ ദൈവത്തിന്റെ ഉദ്ദേശവും പരിപാടികളൊക്കെ. എന്നാൽ ആ മീനിന്റെ കാര്യം ഓർത്ത് നോക്കി, ദഹിപ്പിക്കാൻ പറ്റുന്നോ അതും ഇല്ല, തുപ്പിക്കളയാൻ പറ്റുന്നോ അതും പറ്റുന്നില്ല. ഒരു പ്രത്യേക സ്ഥിതിയിൽ ആരെയൊക്കെ ഈ യോന ചെയ്തതായ, ഈ പ്രവാചകനായ യോന ചെയ്തതായ പാപം ആരെയൊക്കെ ബാധിച്ചെന്ന് ഓർത്ത് നോക്കി. യോനയ്ക്ക് തന്നെ പ്രയാസം ഉണ്ടാക്കി, ഇല്ലേ? പിന്നെ ആരെയൊക്കെ ബാധിച്ചു? ദൈവത്തിന് വിഷമം ഉണ്ടാക്കി. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് അറിയാം. വെരി ഗുഡ്. കപ്പലിലുണ്ടായിരുന്നവർക്കെല്ലാം പ്രയാസം. അവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിലോട്ട് ഇടുന്നു. അവരെല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വലിയ പ്രയാസവും നിലവിളി, ഒരു വലിയ ബഹളമൊക്കെ ഉണ്ടായി, അല്ലേ? നമുക്ക് അങ്ങോട്ടൊന്ന് വരാമോ? എങ്ങനൊരു ബഹളമായിരുന്നു! ഓ സഹായിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ, വലിയ ബഹളമാണ്. ആരെയൊക്കെ ബാധിച്ചു? ദൈവത്തിന് പ്രയാസം ഉണ്ടാക്കി, യോനയ്ക്ക് തന്നെ പ്രയാസം, അല്ലെ? മനസ്സിന്റെ സമാധാനമില്ല. ആ കപ്പലിരുന്ന ആൾക്കാർക്കെല്ലാം ബുദ്ധിമുട്ട്. നോക്കി കൂട്ടുകാരെ, നമ്മുടെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് പ്രയാസം ഉണ്ടായിത്തീരും. മറ്റുള്ളവർക്ക്, വീട്ടിലുള്ളവർക്ക് പ്രയാസം, സമൂഹത്തിന് പ്രയാസം, അതുപോലെ തന്നെ ദൈവത്തിന് അത് വിഷമം ഉണ്ടാക്കുന്നു.
ഈ മത്സ്യം യോനയെ കൊണ്ട് ശ്രദ്ധിച്ചിരുന്നു. അവിടെ കിടന്നപ്പോൾ മനസ്സിലായി, ഓക്കെ, ദൈവം എന്നോട് പറഞ്ഞിരുന്നത് നിനവെ എന്ന സ്ഥലത്ത് പോയി അവരോട് പ്രസംഗിക്കാനാ പറഞ്ഞത്. എന്തോ പ്രസംഗിക്കാൻ പറഞ്ഞറിയാമോ? പാപം വിട്ട്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം വിട്ട് മാറി വരണം. അവിടുന്ന് നിങ്ങൾ മനസ്സ് തിരിഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളെ നശിപ്പിക്കും. ഇപ്പോഴാ പ്രവാചകനായ യോനയ്ക്ക് മനസ്സിലായി, ഓക്കെ ശരി, ഞാന് ദൈവം പറഞ്ഞതനുസരിച്ച് പോവുക എന്ന് പറഞ്ഞ് അതൊക്കെ യോന ആ സ്ഥലത്ത് അവരോട് പ്രസംഗിക്കാനായിട്ട് ആരംഭിച്ചു. ആദ്യമേ ഇതങ്ങ് ചെയ്തിരുന്നെങ്കിൽ എന്റേതായിരുന്നു അല്ലേ? അവിടെ ചെന്നിട്ട് ദൈവം പറഞ്ഞതുപോലെ തന്നെ യോന പ്രസംഗിച്ചു. ദൈവം അവിടെയുള്ള ആൾക്കാരെ സ്നേഹിക്കുന്നുണ്ടല്ലേ? ഇല്ലേ? ദൈവം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന ആളാണ്. ആരും നശിച്ചു പോകണമെന്ന് ദൈവത്തിന് ആഗ്രഹമില്ല. ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകണമെന്ന് ആർക്ക് ആഗ്രഹമില്ല? ദൈവത്തിന് ആഗ്രഹം. നിങ്ങൾ എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. ആ ആൾക്കാരോട് യോന പോയി പ്രസംഗിച്ചു, നിങ്ങൾ പാപം വിട്ട്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം വിട്ട് അതിൽ നിന്ന് മാറി രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ശിക്ഷാവിധി ഉണ്ടാവും. ഉടനെ എന്താ കൂട്ടുകാരെ ചെയ്യുന്നറിയാമോ? ദൈവം പറഞ്ഞത് യോന അനുസരിച്ച് അവിടെ പോയി അവരോട് പ്രസംഗിച്ചു. ദൈവത്തിന്റെ സമസൃഷ്ടികളാകുന്ന ആ മനുഷ്യര് അവരവരുടെ പാപത്തെ ഏറ്റു പറഞ്ഞ് അവർ ദൈവത്തിലേക്ക് കടന്നവരായിട്ട് തുടങ്ങി. ദൈവമാണ് അവരെയും സൃഷ്ടിച്ചത്. നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച ദൈവമാണ്. ദൈവത്തിന്റെ സൃഷ്ടിയിലുള്ളവരാണ് അല്ലെ? എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു. ആ ആൾക്കാരെ ദൈവത്തിന്റെ സ്നേഹമുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒന്നായിരുന്നു. ദൈവം സൃഷ്ടിച്ച ആ മനുഷ്യരോട് യോനവെ പ്രസംഗിച്ചു. അവർ അനുദപിച്ചു. അവരവരുടെ പാപത്തെ വിട്ട് ദൈവത്തിലേക്ക് വരാനായിട്ട് തീരുമാനിച്ചു. ദൈവത്തിന്റെ സൃഷ്ടികളാണ് നിങ്ങളും. ഒന്ന് പറഞ്ഞ ആണെങ്കിൽ ആമേന്ന് പറയണം. ദൈവം പ്രത്യേകമായിട്ട് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുക. ആണോ? ആമേന്ന് ഉറക്കെ പറയണം. ആണോ? നിങ്ങൾ കേൾക്കത്തില്ല, കുറച്ചുകൂടെ ഉറക്കെ. ദൈവമാണ് നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുക. നമ്മളൊരു അടിപൊളി ഇംഗ്ലീഷ് പാട്ട് പഠിക്കാൻ പോവാം. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആക്ഷൻ ഞങ്ങൾ കാണിക്കും. ഓക്കെ, റെഡി? I'm gonna clap, clap, clap. I'm gonna snap, snap, snap. I'm gonna clap, I'm gonna snap and praise the Lord. When the gates are open wide, I shall sit by Jesus' side. I'm gonna clap and gonna snap and praise the Lord. I'm gonna sing, sing, sing. I'm gonna shout, shout, shout. I'm gonna sing, I'm gonna shout and praise the Lord. When the gates are open wide, I shall sit by Jesus' side. I'm gonna clap and gonna snap. I'm gonna sing and gonna shout and praise the Lord. I'm gonna zoom, zoom, zoom into the room, room, room. I'm gonna zoom into the room and praise the Lord. When the gates are open wide, I shall sit by Jesus' side. I'm gonna clap and gonna snap and gonna sing and gonna shout and gonna zoom into the room and praise the Lord. I'm gonna fly, fly, fly into the sky, sky, sky. I'm gonna fly into the sky and praise the Lord. When the gates are open wide, I shall sit by Jesus' side. I'm gonna clap and gonna snap and gonna sing and gonna shout and gonna zoom into the room and gonna fly into the praise the Lord. What is the battle? ഇവിടെയിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഈ പാട്ട് പാടണം. അതിനുവേണ്ടി അങ്കിൾ ഒന്ന് പറഞ്ഞു തരാം. വെടി പൊട്ടുന്ന സൗണ്ടിൽ ഏറ്റു പറയണം. സമ്മതിച്ചോ? ഓക്കെ. I am gonna. ഇതാണ് വെടി പൊട്ടുന്നത്. കോട്ടയത്ത് ഇത്ര വെച്ചിട്ടാണ് വെടി പൊട്ടുന്നത്. ഇതൊരു പടക്കം പൊട്ടല്ലേ? ചിലപ്പോ ഓലപ്പടക്കം പൊട്ടിയ അല്ലേ? ഓക്കെ. I am gonna. പോരല്ലേ? ഈ ചെവിക്ക് എനിക്ക് കേൾവേ ഉള്ളൂ. ഈ ചെവി കൂടെ കേൾക്കണേ. I am gonna. ചിലവർ ഇവിടെ കൂട്ടി തരാമോ? ഒരു റിക്വസ്റ്റാ. I am gonna. Clap, clap, clap. I'm gonna snap, snap, snap. I'm gonna snap, snap, snap. I'm gonna clap and gonna snap and praise the Lord. Gonna clap and gonna snap and praise the Lord. Clap, snap. I'm gonna clap up, I'm gonna snap, I'm gonna clap and gonna snap and praise the Lord. അത്ര ഓർക്കുന്നുണ്ടോ? മനസ്സിലെഴുതിയോ? Okay, അടുത്ത ലൈൻ. When the gates are open wide, I shall sit. ആർക്കും ഇംഗ്ലീഷ് അറിയുന്നില്ലേ? I shall sit. ഇംഗ്ലീഷ് അറിയാവുന്നവരെല്ലാവരും ചേർന്ന് ഉറക്കെ പറയണേ. I shall sit. എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാമല്ലോ. By Jesus' side. I'm gonna clap and gonna snap and praise the Lord. I'm gonna clap
and gonna snap and praise the Lord. വെരി ഗുഡ്. എല്ലാവർക്കും നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം. ഇത്രയും ഭാഗം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. I'm gonna clap, clap, clap. I'm gonna snap, snap, snap. I'm gonna clap, I'm gonna snap and praise the Lord. When the gates are open wide, I shall sit by Jesus' side. I'm gonna clap, I'm gonna snap and praise the Lord. Good. I'm gonna clap, clap, clap. Shout on the one, right? I'm gonna sing, sing. Ready? 1, 2, 3. I'm gonna sing, sing, sing. I'm gonna shout, shout, shout. I'm gonna sing, I'm gonna shout and praise the Lord. When the gates are open wide, I shall sit by Jesus' side. I'm gonna clap, I'm gonna snap, I'm gonna sing, I'm gonna shout and praise the Lord. And last one, zoom. Then I want to into the room. Okay. 1, 2, 3. I'm gonna zoom, zoom, zoom into the room, 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 and praise the Lord. When the gates are open wide, I shall sit by Jesus' side. I'm gonna clap, I'm gonna snap, I'm gonna sing, I'm gonna shout, I'm gonna zoom into the room and praise the Lord. ഇനി ഞങ്ങള് ഇവിടെ ഇരിക്കുന്നതില് ചുമന്ന ഉടുപ്പിട്ട കുട്ടികളുണ്ടല്ലോ, ആൺകുട്ടികളോ പെൺകുട്ടികളോ, അവരുടെ ഉടുപ്പയിലോ ഫ്രോക്കയിലോ ഷർട്ടയിലോ ഒക്കെ ചുമന്ന കളറുള്ളവർ എല്ലാവരും ഒന്ന് എഴുന്നേക്കാമോ? ചുമന്ന കളറുള്ളവർ മാത്രമേ എഴുന്നേക്കാവൂ. ഓക്കെ ഓക്കെ. ചുമന്ന കളറുള്ളവർ എല്ലാവരും കൂടെ ചേർന്ന് ഈ പാട്ടിന്റെ ആദ്യത്തെ ലൈൻ പാടാൻ പോവാം. റെഡി? ഓക്കെ ഓക്കെ. I'm gonna clap, clap, clap. I'm gonna snap, snap, snap. I'm gonna clap, I'm gonna snap and praise the Lord. When the gates are open wide, I shall sit by Jesus' side. I'm gonna clap, I'm gonna snap and praise the Lord. ഇനി പച്ച ഉടുപ്പിട്ടുള്ളവരെല്ലാം എഴുന്നേക്കാമോ? ചുമന്നത് പച്ച നീല ഉള്ളവരെല്ലാം ഒന്ന് എഴുന്നേക്കാം. ഓക്കെ. Sing, shout. I'm gonna sing, I'm gonna shout. ഈ രണ്ടെണ്ണം പച്ച നീല. I'm gonna sing, sing, sing. I'm gonna shout, shout, shout. I'm gonna sing, I'm gonna shout and praise the Lord. When the gates are open wide, I shall sit by Jesus' side. I'm gonna clap, I'm gonna snap, I'm gonna sing, I'm gonna shout and praise the Lord. വെരി ഗുഡ്. ഇരിക്കാം. അടുത്തത് മഞ്ഞയും കറുപ്പും ഉള്ളവരെല്ലാവരും എഴുന്നേക്കാം. മഞ്ഞയും കറുപ്പും ഉള്ളവർ. സാറേ തലേ കറുപ്പുള്ളവർക്ക് എഴുന്നേക്കോ? തലയിലല്ല, ഉടുപ്പിലുള്ളവരോ. റെഡി? Zoom into the room. Okay. I'm gonna zoom, zoom, zoom into the room, room, room. I'm gonna zoom into the room and praise the Lord. When the gates are open wide, I shall sit by Jesus' side. I'm gonna clap, I'm gonna snap, I'm gonna sing, I'm gonna shout, I'm gonna zoom into the room and praise the Lord. വെരി ഗുഡ്. ഇനി നമ്മൾ ഒരു പ്രാവശ്യം ആദ്യം അവസാനം പാടാൻ പോവാണ്. ഈ പ്രാവശ്യം ഇന്ന് രാവിലെ പല്ല് തേച്ചവരുള്ളവർ മാത്രം ഒന്ന് എഴുന്നേക്കാം. പല്ല് തേച്ചവർ മാത്രം പാടിയാൽ മതി. ഇന്ന് രാവിലെ പല്ല് തേച്ചവർ. ഓക്കെ. ആദ്യം അവസാനം പറയും. ഫുൾ. I'm gonna clap, clap, clap. I'm gonna snap, snap, snap. I'm gonna clap, I'm gonna snap and praise the Lord. When the gates are open wide, I shall sit by Jesus' side. I'm gonna clap, I'm gonna snap and praise the Lord. വെരി ഗുഡ്. വളരെ നന്നായിരുന്നു. എല്ലാവർക്കും ഇരിക്കാം. അങ്ങളെ ഇതിന്റെ ആക്ഷൻ നിങ്ങൾക്ക് കാണണം. നല്ല അടിപൊളി പാട്ട്, അതിനൊപ്പം നല്ല അടിപൊളി ആക്ഷനുണ്ട്. ഓക്കെ. ഇനിയിപ്പോ ആക്ഷൻ കാണിച്ചാൽ ഞങ്ങൾ പാടാൻ പോവാം. അങ്ങളെ ഇവര് പാടിയാലേ ഉള്ളൂ എനിക്ക് ആക്ഷൻ കാണിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ പാടില്ലേ? ചോദിക്കട്ടെ, ഞാൻ അവിടെ നിങ്ങൾ പാടുവോ? ഞാൻ ഈ അങ്ങളുടെ വാക്ക് കൊടുക്കണം, എന്നാലും ഞങ്ങൾ പാടും. പാടുവോ? പാടും. എല്ലാരും പാടാതെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. I'm gonna clap, I'm gonna snap, I'm gonna praise the Lord. When the gates are open wide, I shall sit by Jesus' side. I'm gonna sing, I'm gonna shout, I'm gonna praise the Lord. When the gates are open
താല്പര്യമുള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റിരിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നമ്മൾ ആക്ഷൻ കാണിക്കാൻ പോവാണ്. റെഡി ആണോ എന്ന് ചോദിക്കുമ്പോൾ റെഡിയാണെന്ന് പറയണം. റെഡി? ഓക്കെ. 1, 2, 3. I'm gonna clap. I'm gonna clap. I'm gonna clap. I'm gonna clap. Praise the Lord. When the gates are open wide, I shall sing my Jesus. I'm gonna clap. I'm gonna clap. Praise the Lord. I'm gonna sing, sing, sing. I'm gonna shout, shout, shout. I'm gonna sing. I'm gonna shout and praise the Lord. When the gates are open wide, I shall sing my Jesus. I'm gonna clap. I'm gonna step. I'm gonna sing. I'm gonna shout and praise the Lord. I'm gonna zoom into the room. I'm gonna zoom into the room and praise the Lord. When the gates are open wide, I shall sing my Jesus. I'm gonna clap. I'm gonna step. I'm gonna sing. I'm gonna shout. I'm gonna zoom into the room and praise the Lord. I'm gonna fly, fly, fly into the sky, sky, sky. I'm gonna fly into the sky and praise the Lord. When the gates are open wide, I shall sing my Jesus. I'm gonna clap, I'm gonna step, I'm gonna sing, I'm gonna fall, I'm gonna zoom into the room, I'm gonna fly into the sky and praise the Lord. Thank you. എല്ലാവരും നന്നായിട്ട് കാണിച്ചു. അവസാനമായിട്ട് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാൻ പോവാണ്. ഫാനിയപ്പൂപ്പൻ ഇപ്പം വന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പറയും. അതൊരു കാര്യം വളരെ ചുരുങ്ങിയ മിനിറ്റ്. എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് കാത് കോർപ്പിച്ച് ശ്രദ്ധയോടെ നിങ്ങൾ അല്പം ഇരിക്കുക. ഓക്കെ? ഫാനിയപ്പൂപ്പനെ വിളിക്കട്ടെ. റെഡി? ഫാനിയപ്പൂപ്പൻ, ഫാനിയപ്പൂപ്പൻ, ഫാനിയപ്പൂപ്പൻ. ഫാനിയപ്പൂപ്പൻ എവിടെ പോയി? എവിടെ? ഓ, ഫാനിയപ്പൂപ്പൻ വന്നുപോയി. വെരി ഗുഡ്. ഫാനിയപ്പൂപ്പൻ എത്തിക്കഴിഞ്ഞോ? എന്തുകൊണ്ട് വിശേഷം ഫാനിയപ്പൂപ്പൻ? ഓ, എന്താ വിശേഷം? നല്ല വിശേഷം. ഈ കൂട്ടുകാരൊക്കെ ഫാനിയപ്പൂപ്പനെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. എനിക്ക് സന്തോഷമായി. പക്ഷെ ഫാനിയപ്പൂപ്പ ഇതെന്താ ഈ ഫാനിയപ്പൂപ്പൻ മിക്കാറും അല്ലേ? നമുക്കറിയാം ചുമന്ന ഉടുപ്പൊക്കെ ഇട്ടുണ്ടല്ലേ വരട്ടെ. ഇത് ഫാനിയപ്പൂപ്പൻ വെള്ള കുപ്പായമൊക്കെ ഇട്ടോണ്ട് വരും ഞങ്ങൾ വിചാരിച്ചല്ലോ. വെള്ള കുപ്പായത്തിന് വേറെ അർത്ഥങ്ങളൊക്കെ ഉണ്ടൊക്കെ എനിക്കറിയാം. എന്നാലും ഇച്ചിരി നിറമൊക്കെ ഉണ്ടായിരുന്നേ കുറച്ചുകൂടെ നല്ല. ഫാനിയപ്പൂപ്പിന്റെ നിറം വല്ലതും ഉണ്ടോ? എന്തായാലും ഉണ്ട്. എണ്ണ അപ്പൂപ്പ ഫാനിയപ്പൂപ്പിന്റെ നിറം ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ആകെ ഈ വെളുത്ത കുപ്പായം മാത്രമേ ഉള്ളൂ. ഉണ്ടോ? എന്തെങ്കിലും പറയാൻ വരട്ടെ. ഉണ്ടോ? നോക്കാം നോക്കാം നോക്കാം. ഫാനിയപ്പൂപ്പിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഓ, ഫാനിയപ്പൂപ്പന്റെ കയ്യിൽ നല്ലൊരു നിറമുണ്ടല്ലോ. എന്ത് നിറമായത്? എന്ത് നിറമായത്? മഞ്ഞ നിറം. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. അങ്ങളെ ഈ മഞ്ഞ നിറം കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനോഹരമായ ഒരു സ്ഥലത്തെ പറ്റി, സ്വർണ്ണ തങ്ക നിറമുള്ളതായ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ്, വളരെ മനോഹരമായ ഒരു സ്ഥലത്തെ പറ്റി. അതെ, സുന്ദരമായ മനോഹരമായ ഒരു സ്ഥലം. അതാണ് ഈ സ്വർണ്ണ നിറം, ഈ മഞ്ഞ നിറം എന്നെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ ഈ മനോഹരമായ സ്ഥലത്ത് അതിനേക്കാൾ വിലയേറിയ ഒരാളും കൂടെ ഉണ്ട്. അതാരാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് പറയാം കൂട്ടുകാരാണ്. ദൈവമാണ്. ശരിയാ, കൂട്ടുകാർ പറഞ്ഞ ശരിയാ. സ്വർഗത്തിൽ ദൈവമുണ്ട്. ഈ ദൈവത്തിന്റെ പ്രത്യേകതയുണ്ട് കേട്ടോ ഫാനിയപ്പൂപ്പ. ഈ ദൈവമാണ് എല്ലാരെയും സൃഷ്ടിച്ചത്. ഈ കാണുന്നതിനെ കാണാത്തതിനെ എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. തീർച്ചയായിട്ടും അപ്പൂപ്പനെ സൃഷ്ടിച്ചതും ജീവനുള്ളവനായ ദൈവമാണ്. അതെ അങ്ങളെ, ഇവിടെ ഇരിക്കുന്ന ഈ കൂട്ടുകാരെ എല്ലാവരെയും സൃഷ്ടിച്ച ദൈവം. മോനെ, മോനെ, മോളെ, മോളെ, ആ ഇരിക്കുന്ന മോളെ, ഈ മോനെ, ആ പുറകെ നിൽക്കുന്ന മോനെ, മോനെ, എല്ലാരെയും സൃഷ്ടിച്ച ദൈവമാണ്. ഇനി ഈ ദൈവത്തിന് വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ ദൈവം പരിശുദ്ധനാണ്. ഓ, അത് ശരി. എന്ന് വെച്ചാൽ 100% പരിശുദ്ധൻ. ഈ പരിശുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാപം ഒട്ടും ചെയ്യാത്ത ആള്. അപ്പൊ ദൈവം യാതൊരു തെറ്റും ചെയ്തിട്ടില്ലേ? ഇല്ല, 100% ദൈവം പരിശുദ്ധനാണ്. ഓക്കെ, ദൈവം വളരെ പരിശുദ്ധനാണ്. ഒരു പാവവും കള്ളം പറഞ്ഞിട്ടില്ല, അനുസരണക്കേട് കാണിച്ചിട്ടില്ല, തെറ്റുകൾ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ദൈവത്തിന് വേറൊരു പ്രത്യേകത കൂടെ എന്താണെന്നറിയാമോ? സ്നേഹവാനാണ്. ദൈവം സ്നേഹവാനാണ്. അതല്ലേ ഞങ്ങളെ പറയുന്നത്? നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അതെ കൂട്ടുകാരെ, നിങ്ങളെ നിത്യസ്നേഹം കൊണ്ട്, പരിധിയില്ലാത്തൊരു സ്നേഹം കൊണ്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചിരിക്കുന്നു. ഇരമ്യാവ് 31:3 പറയുന്നു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അപ്പൊ കൂട്ടുകാരെ ഓർക്കുക, നമുക്ക് ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലൊരു ദൈവമുണ്ട്. സൃഷ്ടിതാവായ ദൈവം, പരിശുദ്ധനായ ദൈവം, നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ദൈവം. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒരു കളർ കൂടി ഉണ്ട്. ആ, കാണട്ടെ കാണട്ടെ കാണട്ടെ.
അതെ അതെ, ഈ ദൈവം വസിക്കുന്ന സ്വർഗത്തിൽ പോകാനായിട്ട് ഒരു പ്രശ്നമുണ്ട്, പാപം. ഇത് കറുത്ത നിറമാണല്ലോ അങ്കിളെ. അതെ, ഈ കറുപ്പ് കാണുമ്പോ ഇപ്പൊ അങ്കിള് പറഞ്ഞ ഓർമ്മ വരുന്നത് പാപം അല്ലേ? അയ്യോ, എന്താ ഈ പാപം എന്ന് പറഞ്ഞാല്? കൂട്ടുകാർക്കറിയാമോ എന്താ പാപം എന്നുള്ളത്? എന്താ? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും പാപം എന്ന് പറഞ്ഞു. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും പാപം. അപ്പൊ അനുസരണക്കേട് കാണിക്കുന്ന പാപമാണോ? ദേഷ്യപ്പെടുക, വഴക്കുണ്ടാക്കുന്ന പാപമാണോ? അതെ. ഡാഡിയോടും മമ്മിയോടും എതിർത്ത് പറയുന്ന പാപമാണോ? അതെ, തീർച്ചയായിട്ടും പാപമാണ്. കള്ളം പറയുന്ന പാപമാണോ? എന്റെ ദൈവമേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിട്ടിരിക്കുന്ന എല്ലാവരും പാപികളാണല്ലോ. ഞങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഒക്കെ പാപം ചെയ്തിട്ടുള്ളവരാണ്. എല്ലാവരും പാപികളാണ്, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവദൃശ്യമില്ലാത്തതായി തീർന്നെന്നാണ് ബൈബിൾ പറയുന്നത്. ഈ പാപം ചെയ്തപ്പോ എന്താ സംഭവിച്ചെന്ന് അറിയാമോ? ഈ ദൈവത്തിന്റെ മകനായിരുന്ന ആളെ എന്ത് ചെയ്തെന്നറിയാമോ? സാത്താൻ പിടിച്ചെടുത്തോണ്ട് പോയി. അതെങ്ങനെയാണ് കാണണോ? ഇപ്പൊ കാണിക്കാം. അയ്യോ, പാപം. ഒരിക്കലും ഇങ്ങനെ രണ്ടുപേരും നടന്നു പോവാൻ നമ്മുടെ അവിടെ ദൈവം സൃഷ്ടിച്ചതുപോലെ ഇതാ ഒരാളിനെയും കൊണ്ട് ഇങ്ങനെ നടന്നു പോവാണ്. എന്താ സംഭവിച്ചത്? വഴിയിൽ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? ഒരാൾ ഈ ആളിനെ ഇടയ്ക്ക് വന്ന് പിടിച്ചോണ്ട് പോകും. സാത്താൻ അവനെ പിടിച്ചുകൊണ്ടുപോയി പാപത്തിന്റെ അടിമയായിട്ട് അവനെ ഇട്ടിരിക്കുകയാണ്. ഇതാണ് പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അല്ലേ? പിന്നെയും തുടർമാനമായിട്ട് പാപം ചെയ്തുകൊണ്ടിരുന്നാല് എന്നേക്കുമായിട്ടുള്ള ദൈവത്തിൽ നിന്നുള്ള ആകലിച്ചാലേ അപ്പ ശരിയാ. ഞാൻ ചോദിക്കട്ടെ കൂട്ടുകാരെ, ഇവിടെ ഇരിക്കുന്ന നമ്മളാരെങ്കിലും പാപം ചെയ്യാത്തതുണ്ടോ? തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും പാപം ചെയ്തിട്ടുള്ളവരാണ് തീർച്ചയായിട്ടും അല്ലേ? അങ്ങനെ പാപം ചെയ്താൽ അതിന്റെ കുഴപ്പം എന്താ? ദൈവത്തിൽ നിന്നുള്ള ആകലിച്ച നിത്യമായ മരണം. ദൈവത്തിൽ നിന്ന് എന്നേക്കും നമ്മൾ അകന്നു പോവാണ്. ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പാപം ചെയ്ത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നാകുന്ന പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് അധീനരായി തീരാൻ പോവുകയാണ്. അതേ കൂട്ടുകാരെ, നിത്യ നരകത്തിൽ പിശാചിനും അവന്റെ കൂട്ടർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ നിത്യ നരകത്തിൽ ചെന്ന് പതിക്കേണ്ടതായിട്ട് വരും. പക്ഷേ പിശാചിനെ അവന്റെ കൂട്ടരെ ഇടാനായിട്ട് ഉണ്ടാക്കിയതാണ് നരകം. ദൈവം ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ കാര്യം നമ്മളെ ഇതിലിടാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട്, നമ്മളെ രക്ഷിക്കാനായിട്ട് ദൈവം ഒരു സ്പെഷ്യൽ കാര്യം. അപ്പൊ ഈ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് രക്ഷ നേടാൻ നമുക്കൊരു മാർഗമുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? അതെ കൂട്ടുകാരെ, നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ? നമ്മളെല്ലാവരും പാപികളാണ്. പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് അധീനരാണ്. എന്ന് വെച്ചാൽ സാത്താന് വേണ്ടി ഒരുക്കിയിട്ടുള്ള നരകത്തിന് അധീനനാണ്. നരകത്തിൽ പോകാൻ നമുക്ക് താല്പര്യമുണ്ടോ? ഇല്ല. അങ്ങനെ അതെന്താ ദൈവം അതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ള മാർഗം? ദൈവം ചെയ്ത പ്രത്യേകം. അപ്പൂപ്പന്റെ കയ്യിൽ ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും കളർ ഉണ്ടോ? ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഇത് ചുമന്ന നിറമാണല്ലോ. അതെ, ദൈവം നമ്മെ സ്നേഹിച്ച് യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ അതായത് ദൈവം മനുഷ്യന് സ്വയം പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ദൈവം തന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. ഒരു കുറ്റവും ചെയ്യാത്ത, ഒരു പാപവും ചെയ്യാത്ത യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മൾ ചെയ്ത കുറ്റങ്ങൾക്ക് പകരമായിട്ട് യേശു ക്രിസ്തുവിന്റെ കൈകൾ തുളയ്ക്കപ്പെട്ടു. യേശുവിന്റെ കാലിൽ, നമ്മൾ കാലുകൊണ്ട് ചെയ്തിട്ടുള്ള എല്ലാ തിന്മയുടെയും പരിണിത ഫലമായി യേശുവിന്റെ കാലുകൾ തുളയ്ക്കപ്പെട്ടു. തന്റെ തലയിൽ ഒരു മുൾക്കിരീടം വെച്ച് അതിന്റെ മുകളിൽ ആഞ്ഞടിക്കുന്നു. മുഖത്തോട് ധാരധാരയായി രക്തം ഒഴുകുന്നു. അവന്റെ വിലാപ്പുറത്ത് കുന്തം തുളച്ച് കയറ്റി. ഇതൊക്കെ എന്തിനു വേണ്ടിയാ ചെയ്തത്? യേശുക്രിസ്തു പാപം ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. യേശുക്രിസ്തു പാപം ചെയ്തില്ല. പാപം ചെയ്ത് ഞാനും നിങ്ങളുമാണ്. എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിണിത ഫലമായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്. അതേ കൂട്ടുകാരെ, നിങ്ങളുടെ പാപത്തിന് പകരമായിട്ട്, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട്, പാപത്തിന് പകരമായിട്ട് യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഈ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് അംഗീകരിച്ചാൽ, വിശ്വസിച്ചാൽ, യേശുവിനെ നിങ്ങളുടെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ, നിങ്ങൾക്ക് പാപത്തിന്റെ അടിമയായിരിക്കുന്ന നിങ്ങൾക്ക് മോചനം പ്രാപിച്ച് എഴുന്നേൽക്കുവാൻ സാധിക്കും. യേശുവിനെ നിങ്ങൾ അംഗീകരിക്കുമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. യേശുവിനെ അംഗീകരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം പ്രാപിക്കാൻ കഴിയും. കനിയപ്പൂവിന്റെ കയ്യിൽ വേറെ എന്തെങ്കിലും തുണികളുണ്ടോ? നല്ലോ കാണട്ടെ. ഓ, അത് കൊള്ളാമല്ലോ. ഒരു വെളുത്ത തുണി. ഇതെന്താ കാണിക്കുന്നത്? വിശുദ്ധമായ ഒരു പുതിയ ജീവിതത്തെ, പാപത്തോട് നോ എന്ന് പറയാനോ ദൈവത്തോട് അതെ എന്ന് പറയാനുള്ള ശക്തി നൽകുന്ന ന്യൂ ക്ലീൻ ലൈഫ്. ആണല്ലോ അല്ലേ? കൂട്ടുകാരെ, നല്ല കാര്യമല്ലേ? പാപത്തോട് നോ പറയാനുള്ള ശക്തി കിട്ടുക
ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. അതെങ്ങനെ വേദവസം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടവന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16 അങ്ങനെയാണ് പറയുന്നത്. ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ കൂട്ടുകാരെയും യേശു ക്രിസ്തു സ്നേഹിച്ചു, ദൈവം സ്നേഹിച്ചു, നമ്മളെല്ലാരെയും സ്നേഹിച്ചിട്ടുണ്ട്. അങ്ങളെ ഈ തനിയപ്പൂപ്പിന്റെ കയ്യിൽ വേറെ എന്തെങ്കിലും കളറുണ്ടോ? പച്ചക്കളർ. ഈ പച്ചക്കളർ എന്തിനാ കാണിക്കുന്നേ? വളർച്ചയെ കാണിക്കുന്നു. കർത്താവായ യേശുവിനോട് ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്ന കർത്താവേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പകരം യേശു ക്രിസ്തു മരിച്ചു എന്ന് കൂട്ടുകാരെ, എനിക്ക് പകരം യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുകയും കർത്താവേ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ കർത്താവിന്റെ ഒരു മകനും, നിങ്ങൾക്ക് കർത്താവിന്റെ ഒരു മകളായി തീരാൻ സാധിക്കും. മോനെ, നിനക്ക് കർത്താവിന്റെ ഒരു മകനായി തീരാൻ സാധിക്കും, നിങ്ങൾക്ക് കർത്താവിന്റെ മകളായി തീരാൻ സാധിക്കും. വിശദമായ ഒരു പുതിയ ജീവിതം കിട്ടും. തുടർന്ന് വളരുകയാണ്. കൂട്ടുകാരെ, ഞങ്ങളുടെ വാക്കുകളുടെ പ്രോഗ്രാം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ 5-6 കളറെ കണ്ടതല്ലേ? ഒന്നാമതായിട്ട് കണ്ടത് സ്വർഗം, നമ്മയൊക്കെ സ്നേഹിക്കുന്ന, നമ്മെ സൃഷ്ടിക്കുന്ന വിശുദ്ധനായ ദൈവം ജീവിക്കുന്ന ആ സ്വർഗം. ആ സ്വർഗത്തിൽ പോകാൻ നമുക്ക് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാവർക്കും അവിടെ പോകാൻ കഴിയുന്നില്ല. കാരണം വലിയ പാപം. നമ്മളെല്ലാവരും പാപികളാണ്. ഈ ലോകത്തിൽ ജനിച്ച എല്ലാ മനുഷ്യരും പാപികളാണ്. പാപത്തിന്റെ ശമ്പളമായ മരണത്തിന്റെ ശിക്ഷ ഏറ്റ നമ്മൾ ഓരോരുത്തരും നിത്യ നരകത്തിൽ പോകേണ്ടവരാണ്. എന്നാൽ സ്നേഹവാനായ ദൈവം നരകത്തിൽ നമ്മളെ തള്ളിക്കളയുവാൻ ആഗ്രഹിക്കുന്നവരല്ല. അതുകൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്തു. എന്ത് ചെയ്തു? തന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ക്രൂശിലേക്ക്, ഈ ഭൂമിയിലേക്ക് അയച്ചു. ക്രൂശിൽ എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ ഫലമായി അവൻ മരിക്കുവാൻ അവൻ തയ്യാറായി. ഈ യേശു കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? യേശു കർത്താവേ, ഞാനൊരു പാപിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഈ പാപത്തിൽ ഞാനൊന്ന് മരിച്ചാൽ ഞാൻ നരകത്തിൽ പോകുന്നത് ഞാൻ സമ്മതിക്കുന്നു. നീ എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ എന്ന് പറയാൻ നിങ്ങൾ തയ്യാറുള്ളവരാണോ? നിങ്ങളുടെ വാക്കുകളുടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് ഒരു നിമിഷം തീരുമാനമെടുക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കണ്ട. നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കുക, ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ എവിടെ പോകും? പാപിയായിട്ടാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ നിത്യമായിട്ടും ആ സാത്താന്റെ പിടിയിൽ ഞാൻ വീഴും. എന്നാൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ താല്പര്യമുണ്ട്. പിതാവായ ദൈവത്തോടുകൂടി യേശു കർത്താവിനോട് ഒപ്പം ജീവിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ അത് സാധിക്കണമെങ്കിൽ യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. ഒരിക്കലൊരു ഇതുപോലൊരു സമ്മേളനത്തിന് പോയി ഒരാള് യേശു കർത്താവിനെ കുറിച്ചുള്ള വചനം കേൾക്കുവാനിടയായി. ഒരു പെൺകുട്ടിയായി. അവൾ പറഞ്ഞു, ശരിയാണ്, യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കും, പക്ഷേ അതൊന്നും ഇപ്പൊ ഞാൻ അങ്ങോട്ട് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വളരെ പ്രശസ്തയായ ഒരു സിനിമാ താരമായി വിദേശത്ത് നടന്നൊരു സംഭവമാണ്. ആ സ്ത്രീ ആ സ്ഥലത്തുനിന്നും, യോഗ സ്ഥലത്തുനിന്നും തന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് വാഹനത്തിൽ കയറി യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് മാർഗമധ്യേ ഒരു കാർ അപകടത്തിൽ അവർ കൊല്ലപ്പെടുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അവർക്ക് സുബോധം ഉണ്ടായിരുന്ന അവസരത്തിൽ അവർ പറഞ്ഞു, ഞാൻ ഇന്ന് മരിച്ചാൽ ഞാൻ നരകത്തിൽ പോകും. കാരണം ഇന്ന് വരെ ഞാൻ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഈ അവസാന നിമിഷം എന്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആ സ്ത്രീ ഏറ്റു പറഞ്ഞു. ഞാനിവിടെ ഇരിക്കുന്ന എന്റെ കൂട്ടുകാരെ ചോദിക്കുകയാണ്, ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർ, പ്രായം കുറഞ്ഞവർ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നാം എവിടെയായിരിക്കും പോവുക? നിത്യമായ നരകത്തിലോ നിത്യമായ സ്വർഗത്തിലോ? കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നിങ്ങൾ അവർ പണം കൊടുക്കണ്ട, നിങ്ങൾ വേറെ യാതൊന്നും കൊടുക്കണ്ട. നിങ്ങളുടെ ഹൃദയം യേശു കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്താൽ മതി. 3 കാര്യം. ഒന്നാമത്തെ കാര്യം, അഡ്മിറ്റ് ദാറ്റ് യു ആർ എ സിന്നർ. കർത്താവേ, ഞാനൊരു പാപിയാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. Believe that he has died for you. യേശു നിങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക. Commit your heart. നിങ്ങളുടെ ഹൃദയം അവന് വേണ്ടി തുറന്നു കൊടുക്കുക. ഞാനിവിടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മളെല്ലാവരും കണ്ണടച്ചിരിക്കാം. ആരും ഇടത്തോട്ട് പറഞ്ഞോട്ട് നോക്കണ്ട. നമ്മളെല്ലാവരും കണ്ണടച്ചിരിക്കാം. നമ്മുടെ ദൈവസന്നിധിയിൽ കണ്ണുകൾ അടച്ചിരിക്കുന്ന അവസരത്തില് കർത്താവേ, ഞാനൊരു പാപിയാണ് എന്ന് പറയുവാൻ മനസ്സുള്ളവരാരുണ്ട്? നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം. ഈ യേശു കർത്താവിനെ എനിക്ക് വേണം. ഇന്ന് ഞാൻ ഇവിടെ വന്നു 2-3 മണിക്കൂർ പല കാര്യങ്ങൾ കേട്ടു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. കർത്താവേ, ഞാനൊരു പാപിയാണ്, ഞാൻ ഇന്ന് മരിച്ചാൽ നരകത്തിൽ പോകും. എന്നാൽ അങ്ങ് എന്റെ പാപം പരിഹരിക്കാൻ വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കർത്താവേ, എന്റെ ഹൃദയം ഈ ചെറുപ്രായത്തിൽ, എന്റെ ഈ വലിയ പ്രായത്തിൽ, ഞാൻ വിവിധ പ്രായത്തിലുള്ള വ്യക്തിയായാലും ഏത് പ്രായത്തിലായാലും ഞാൻ എന്റെ ഹൃദയം നിനക്ക് വേണ്ടി തുറന്നു വരുന്നു. നീ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? വാസ്തവമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയ പ്രാർത്ഥന നിങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ആ പ്രാർത്ഥന എന്റെ പിന്നാലെ ഏറ്റു പറയാവുന്നതാണ്. വേറെ ആരെങ്കിലും പറയുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ പറയണ്ട. വേറെ ആരും നിർബന്ധത്തിന് വേണ്ടി പറയണ്ട.
നിങ്ങൾ പരസ്യമായിട്ട് ഉറക്കെ പറയണമെന്നില്ല, നിങ്ങൾ ഹൃദയത്തിൽ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. യേശു കർത്താവിനെ നിങ്ങൾക്ക് വേണോ അതോ വേണ്ടായോ? അവനോടൊപ്പം സ്വർഗത്തിൽ വസിക്കണോ വേണ്ടായോ? നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവെ, ഈ ചെറിയ പ്രാർത്ഥന നിങ്ങൾക്ക് ആവർത്തിക്കാവുന്നതാണ് നിങ്ങൾ ഹൃദയത്തിൽ. യേശു കർത്താവെ, ഞാനൊരു പാപിയാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പാപത്തിന്റെ ശമ്പളമായ മരണമാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങ് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. അങ്ങന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. എന്നെ നിന്റെ പൈതലാക്കി തീർക്കണമേ. നീ എന്റെ രക്ഷകനും കർത്താവുമായി എന്നേക്കും ഇരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ മുതിർന്നവരായാലും പ്രായമുള്ളവരായാലും പുരുഷന്മാരായാലും സ്ത്രീകളായാലും ആത്മാർത്ഥമായി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ നിമിഷം ഒരു ദൈവത്തിന്റെ പൈതലായി തീർന്നിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ദൈവത്തിന് കൊടുത്തില്ല, ശരിയാണ്. നിങ്ങളുടെ ഹൃദയമാണ് നിങ്ങൾ ദൈവത്തിന് കൊടുത്തിട്ടുള്ളത്. ഈ നിലയിൽ ഈ അവസരത്തില് നിങ്ങളുടെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന അവസരത്തിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ചില നിങ്ങൾ തരുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ദയവായിട്ട് വേറെ ആരും എഴുതേക്കുന്ന കണ്ടിട്ട് ആരും എഴുതേക്കണ്ട. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവപൈതലായി തീർന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ബോധ്യമുള്ളവർക്ക് മാത്രം നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാവുന്നതാണ്. കൂട്ടുകാരെ, ഞാൻ ഓർപ്പിക്കട്ടെ, വീണ്ടും ഓർപ്പിക്കട്ടെ, വേറെ ആരും എഴുന്നേറ്റ് നിന്നുകൊണ്ടല്ല നിങ്ങൾ എഴുന്നേൽക്കേണ്ടത്. ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷിതാവായി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ എങ്കിൽ മാത്രം നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ എഴുന്നേറ്റ് നിൽക്കുന്ന സാക്ഷ്യം കാണുന്നുണ്ട്. സ്വർഗം സന്തോഷിക്കുന്ന നിമിഷമാണ്. നിങ്ങളൊരു ദൈവപൈതലായി തീർന്നിട്ടുണ്ട്. നീ ഒരു ദൈവ മകനായിട്ടുണ്ട്. നീ ഒരു ദൈവ മകളായിട്ടുണ്ട്. ഇന്ന് ദൈവമക്കളായി തീർന്നിട്ടുള്ളവർക്ക്, ഇപ്പോൾ ക്രിസ്തുവിശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കും.